ഇടുക്കി മൂലമറ്റം പവർ ഹൗസ് മിനിയേച്ചർ മാതൃക ടൂറിസം പദ്ധതി, ഇടുക്കി ഡാം ലേസർ ഷോ പ്രൊജക്ട് തുടങ്ങി KSEBയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിനായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം പദ്ധതി സ്ഥലങ്ങൾ സന്ദർശിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് സന്ദർശനം സാധ്യമാക്കുന്നത് പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിലാണ് മിനിയേച്ചർ മാതൃക നിർമ്മിച്ച് ജനങ്ങൾക്ക് പവർ ഹൗസിന്റെ പ്രവർത്തനം ബോധ്യപ്പെടുത്തുന്ന പദ്ധതി നടപ്പാക്കുന്നത്. 2.5 ഏക്കർ സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. മിനിയേച്ചർ സ്ഥാപിക്കുന്നതിന് മൂലമറ്റത്ത് 2 സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു. ഇതിന്റെ രേഖകൾ പരിശോധിച്ച് പദ്ധതി തയ്യാറാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചു. മൂലമറ്റം ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി 4,99,00,000 രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിരുന്നു. വിദഗ്ധ സംഘം ഈ സ്ഥലം പരിശോധിച്ചു. മൂലമറ്റത്ത് സബ് രജിസ്ട്രാർ ഓഫീസും സബ് ട്രഷറി ഓഫീസും സ്ഥാപിക്കാൻ പണം അനുവദിച്ചെങ്കിലും സ്ഥലം ലഭ്യമായിരുന്നില്ല. KSRTC ഡിപ്പോയ്ക്ക് സമീപം KSEB ഉടമസ്ഥതയിലുള്ള സ്ഥലം ഇതിനായി കണ്ടെത്തിയതും സംഘം സന്ദർശിച്ചു. ആധുനിക രീതിയിൽ മൂലമറ്റം നിർമ്മിക്കുന്ന ശ്മശാനത്തിനായും സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇടുക്കിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്നതാണ് ഈ പദ്ധതികളെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കിയുടെ വികസന സാധ്യതകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികൾ KSEBയുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികൾ തിരുവനന്തപുരത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും കൂടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ പശ്ചാത്തലത്തിൽ വിദഗ്ധ സംഘം എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ടീം തന്നെ ഇന്ന് വന്ന് സന്ദർശനം നടത്തുന്ന ദിവസമായിരുന്നു. മൂലമറ്റം പവർ ഹൗസ് ആണ് ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനപ്പെട്ട ജനങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പവർ ഹൗസ്. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുമായി നേരത്തെ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടായിരുന്നു വിദഗ്ധ സംഘം സന്ദർശനം നടത്തിയത്. KSEB ജനറേഷൻ ഡയറക്ടർ സജീവ് ജി, ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയർ വിനോദ് വി, ചീഫ് എഞ്ചിനീയർ ബിജു രാജൻ ജോൺ, ഡാം സേഫ്റ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൈന S എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.